A face-off between two rival groups in Liverpool. Anti-immigration protests have swept across several British cities. Far-right protesters clashed with the UK police in several UK തീപിടിച്ചിരിക്കുകയാണ്. BBC-യിലൊന്നും അധികം ഈ വാർത്ത വന്നിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ചും നമ്മുടെ മാധ്യമങ്ങളും അധികം സംസാരിച്ചിട്ടുണ്ടാകില്ല. കാരണം UK തീപിടിച്ചെരിഞ്ഞാലും അത് നിശബ്ദമാണ്. അതേസമയം ഇന്ത്യയിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായാൽ പോലും അണുവായുധം പൊട്ടിത്തെറിച്ചു എന്ന് പറയും. പക്ഷെ UK-യിൽ നടക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. എലോൺ മസ്കിനെ പോലുള്ള ചില പ്രധാനപ്പെട്ട വ്യക്തികൾ പറയുന്നത് UK-യിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉടൻ പൊട്ടിപ്പുറപ്പെടും എന്നാണ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അസ്വസ്ഥത? അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. അവിടെ പഠിക്കാൻ പോകുന്ന ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? അതോ ഞാൻ നാളെ UK-യിൽ പോകണം എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. UK-യിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്നാൽ അടുത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ പ്രവചിക്കുക. ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ലിപ്സ്റ്റോൾ, ബ്ലാക്ക്പൂൾ, ഹൾ, ബെൽഫാസ്റ്റ് എന്നീ വിളിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും അഗ്നിക്കിരയാകുന്നു. ഡ്രൈവറെ അടിക്കുന്നു, മസ്ജിദുകൾ കത്തിനശിപ്പിക്കുന്നു, തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ മറുവശത്ത് അടികൂടുകയാണ്. ഇങ്ങനെയുള്ള ഒരു വാർത്തകളും നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല. എന്നാൽ ട്വിറ്ററിലുള്ളവർക്ക് ഈ സംഭവത്തിന്റെ എല്ലാം വീഡിയോ കണ്ടിട്ടുണ്ടാകും. സത്യത്തിൽ ആ വീഡിയോകൾ എടുത്ത് ടെലികാസ്റ്റ് ചെയ്താൽ UK-യിൽ നടക്കുന്ന യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്ന് നമ്മൾ അറിയണം. 3 കുട്ടികളുടെ കൊലപാതകത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. 2015 മുതൽ UK-യിൽ കത്തി കൊണ്ടുള്ള ആക്രമണം ഏകദേശം 85% വർദ്ധിച്ചു. ഈ കത്തി കൊണ്ടുള്ള ആക്രമണം 85% വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ തോക്കുകൊണ്ട് കൊല്ലപ്പെടുന്നവരുടെ എണ്ണം അവിടെ അമേരിക്കയേക്കാൾ വളരെ കുറവാണ്. എന്നാൽ ഈ കത്തി കൊണ്ടുള്ള മൂർച്ചയുള്ള വസ്തു കൊണ്ട് കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വളരെ വളരെ ഇവിടെ കൂടുതലാണ്. സൗത്ത് പോർട്ട് എന്ന പ്രദേശം ലിവർപൂളിന് വടക്ക് 32 കിലോമീറ്റർ അകലെയുള്ള ഒരു കടൽ തീര നഗരമാണ് സൗത്ത് പോർട്ട്. ഈ സൗത്ത് പോർട്ട് ഏരിയയിൽ ഏകദേശം 1 ലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ഡാൻസ് ക്ലാസ് ക്രമീകരിക്കുന്നു. ടൈലർ സ്വിഫ്റ്റും അവരുടെ ചില യോഗ അധ്യാപകരും ചേർന്നാണ് ഈ നൃത്ത ക്ലാസ് നടത്തുന്നത്. ഈ ക്ലാസ്സിൽ ഒരു 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവർ ഈ നൃത്തം അഭ്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് മരണം കടന്നു വന്നു. ആരോ ഒരാൾ, വെറും 17 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി അവിടെയുള്ള കുട്ടികളെ കത്തി കൊണ്ട് കുത്താൻ തുടങ്ങി. 2 കുട്ടികൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഗുരുതരമായ രീതിയിൽ കുത്തേറ്റതിനാൽ അടുത്ത ദിവസം 3ാമത്തെ കുട്ടിയും മരിച്ചു. ഇതിൽ ആദ്യത്തെ 2 കുട്ടികൾക്ക് 6 വയസ്സും 3ാമത്തെ കുട്ടിക്ക് 9 വയസ്സുമാണ്. വീണ്ടും ഒരു 8 പേർക്ക് കുത്തേറ്റു. ഇവരിൽ 6 മുതൽ 7 പേർക്ക് വരെ ഗുരുതരമായ പരിക്കുണ്ടെന്ന് പറയുന്നു. ഇത് തടയാൻ വന്ന 2 മുതിർന്നവർക്കും കുത്തേറ്റു. ഇത്രയും ഭയാനകമായ ഒരു രംഗം നടക്കുന്നത് സൗത്ത് പോർട്ട് എന്ന സ്ഥലത്താണ്. ഉടൻ തന്നെ ഈ വാർത്ത പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് പടരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത് ചെയ്തത് ആ 17 വയസ്സുള്ള ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അവന്റെ പേരോ മുഖമോ ഒന്നും തന്നെ അറിയില്ല. അവന്റെ വീട് ഇവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ അകലെയാണ് എന്നത് മാത്രമേ പോലീസ് പറഞ്ഞുള്ളൂ. മറ്റ് യാതൊരു വിവരവും പുറത്തുവിട്ടില്ല. സത്യം പറഞ്ഞാൽ UK-യിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ട്രോൾ മെറ്റീരിയലായി മാറുകയാണ്. ഇത്രയും മോശം പോലീസ് ഉദ്യോഗസ്ഥർ ലോകത്ത് മറ്റെവിടെയും ഉണ്ടാകില്ല എന്ന രീതിയിൽ അവർ ചെയ്യുന്ന ജോലിയെ വിമർശിച്ചുള്ള പ്രചരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഒരാഴ്ചകൾക്ക് മുൻപ് UK-യിൽ 5 പോലീസ് ഉദ്യോഗസ്ഥർ ഒരു മുസ്ലിം വ്യക്തിയുടെ മുഖത്ത് ചവിട്ടുന്ന വീഡിയോ പടർന്നിരുന്നു. ഇവിടെ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിച്ചാൽ തന്നെ പ്രശ്നം തുടങ്ങുന്നത് മതത്തിൽ നിന്നാണ്. അതായിരുന്നു ഈ സംഭവത്തിൽ നടന്നത്. ഇവിടെ 17 വയസ്സുള്ള ഒരു കുട്ടി 3 ചെറിയ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി. ഇതിനെ ഈ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പ്, ഈ ഫാർ റൈറ്റ് ഗ്രൂപ്പിലുള്ളവർ, അതായത് ഇത് നമ്മുടെ രാജ്യമാണ്, ഞങ്ങളാണ് ഇവിടെ മികച്ചവർ, ഇങ്ങനെ കരുതുന്നവർ ഇതിനെ ഒരു തെറ്റായ രീതിയിൽ പടർത്താൻ തുടങ്ങി. ആ 17കാരന്റെ പേരറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവനൊരു മുസ്ലിം കുടിയേറ്റക്കാരനാണെന്നും അവനാണ് ഇവരെ കൊന്നത് എന്നുള്ള വാർത്ത പടർത്തുന്നു. ഇത് കേട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നു. 100-ൽ കൂടുതൽ തീവ്ര വലതുപക്ഷ സംഘം ഇതൊരു പ്രതിഷേധമാക്കി മാറ്റുകയാണ്. ഈ പ്രതിഷേധം ഒരു സാധാരണ പ്രതിഷേധമേ അല്ല. ഇത്രയും ദിവസം അവർക്കുള്ളിൽ ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം പുറത്ത് കാണിക്കുന്ന രീതിയിലായിരുന്നു അവർ ഈ പ്രതിഷേധം നടത്തിയത്. ഇപ്പോ എന്തിനാണ് ഈ ഒരു സമരം മുസ്ലിങ്ങൾക്കെതിരെ എന്ന് ചോദിച്ചാൽ UK പതിയെ ഒരു മുസ്ലിം രാജ്യമായി മാറുകയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് പോലും ഒരു വാർത്ത വന്നിരുന്നു. ഒരു ഇസ്ലാമിക രാജ്യത്തിന് അണുവായുധമുണ്ടെങ്കിൽ അത് UK-യിലായിരിക്കുമെന്ന് ചില വിമർശനങ്ങൾ വന്നിരുന്നു. UK-യിൽ ആകമാനം പടർന്നു പിടിച്ച കുടിയേറ്റക്കാർ
അതിനെ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റുന്നു എന്നുള്ള ഒരു രോഷം ബ്രിട്ടീഷ് ജനതയിലേക്ക് വരുന്നു. ഇത് അവരുടെ മനസ്സിൽ പുകഞ്ഞ കൊള്ളിയായി കിടക്കുകയായിരുന്നു. ഇപ്പോ ഈ വാർത്ത കേട്ടതോടെ അവർ മുസ്ലിങ്ങൾക്കെതിരെ അവരുടെ രോഷവും സമരവും കൊണ്ടുവരാൻ തുടങ്ങി. അവരുടെ ആ മുദ്രാവാക്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. എനഫ് ഈസ് എനഫ്, സ്റ്റോപ്പ് ദ ബോട്ട്സ്, ഇങ്ങനെയുള്ളവ. ഈ സ്റ്റോപ്പ് ദ ബോട്ട്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിരവധി കുടിയേറ്റക്കാർ ബോട്ടിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബോട്ട് തടഞ്ഞാൽ ആരും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന രീതിയിൽ അവരുടെ പ്രതിഷേധം മാറുകയാണ്. ഈ പ്രതിഷേധം ഒരു വശമാകുമ്പോൾ മറുവിഭാഗം ചെയ്യുന്നത് ഈ ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്നവർ, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷത്തിന് എതിരായവർ, അവർ ഒരു എതിർ സമരം നടത്താൻ തുടങ്ങി. ഇപ്പോൾ ഈ സമരവും അതിന്റെ പ്രതിസമരവും ചേർന്ന് ഒരു കലാപമായി മാറാൻ തുടങ്ങിയിരിക്കുന്നു. മാറി മാറി അടിക്കുകയാണ്, പരസ്പരം അടിക്കുകയാണ്. ലിവർപൂൾ മുതൽ മാഞ്ചസ്റ്റർ വരെയുള്ള എല്ലാ കടകളെയും കത്തി നശിപ്പിച്ചു ഈ തീവ്ര വലതുപക്ഷ സംഘം. അവരുടെ ആദ്യ ലക്ഷ്യം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പള്ളികളുമായിരുന്നു. അതെല്ലാം തകർക്കാൻ തുടങ്ങുമ്പോൾ അതവർക്കുള്ളിൽ ഒരു ദേഷ്യമായി മാറി, വീണ്ടും കലാപമായി മാറുന്നു. ഇത് UK എല്ലാ കോണുകളിലും തീ പോലെ പടരുന്നു. ഇത്രയും വലിയൊരു കലാപം നടന്നു, അതൊരു മതകലാപമായി മാറി. എന്നാൽ ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ട്. പിന്നെ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നില്ല. അവരവിടെ ഉണ്ട്, അത്രമാത്രം. കാരണം നേതാക്കൾ ദേഷ്യപ്പെടും, രാജകുടുംബം ദേഷ്യപ്പെടും, അവരിൽ നിന്ന് ഫണ്ട് ലഭിക്കില്ല, അവർ ദേഷ്യപ്പെടും. ഈ ഒരു ഭയം കാരണം നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ വലിയ കാര്യമാക്കി കാണിച്ചില്ല. പക്ഷെ അവിടെയുള്ള ഭൂരിഭാഗം ദൃശ്യങ്ങളും അവിടെയുള്ള ജനങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങി. കഴിഞ്ഞ 13 വർഷത്തിൽ ഇല്ലാത്ത അളവിൽ ഒരു വലിയ കലാപമായി ഇത് മാറി. 13 വർഷത്തിനുള്ളിൽ ഇല്ലാത്ത ഒരു കലാപം ഇപ്പോൾ ഉണ്ടായി. എന്നാൽ അത് നമ്മൾ ആരും അറിഞ്ഞില്ല എന്നുള്ളത് എത്ര വലിയ നാണക്കേടാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വലിയ കലാപം തടയാൻ UK പോലീസ് ചെയ്തത്, അവർ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിലുള്ള ചില ആളുകളെ അറസ്റ്റ് ചെയ്തു. ഈ വശത്ത് കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്നവർ, തീവ്ര വലതുപക്ഷ ഗ്രൂപ്പിന് അനുകൂലമല്ലാത്തവരെയും കുറച്ചാളുകളെ അവർ അറസ്റ്റ് ചെയ്യുന്നു. അതിനാൽ അവർ പോലീസിനെ ഇപ്പോൾ ആക്രമിക്കാൻ തുടങ്ങി. ഒരു വിഭാഗമല്ല, 2 വിഭാഗവും പോലീസിനെ ആക്രമിക്കാൻ തുടങ്ങി. ഇപ്പോൾ പോലീസിനും ഒരു പരിഭ്രാന്തിയായി. ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, ആരെ വിട്ടയക്കണം, ഈ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കണം, ഇതെല്ലാം വലിയ ചോദ്യമായി മാറി. ഒരു മാസം മുൻപ് പ്രധാനമന്ത്രി സ്ഥാനം സ്വീകരിച്ച കെയർ സ്റ്റാർമറിന് ഇത് വലിയൊരു പ്രശ്നമായി മാറി. എല്ലായിടത്തും കലാപം ആരംഭിച്ചയുടനെ ഇത് നിയന്ത്രിക്കാൻ തുടക്കത്തിൽ അവർ ചെയ്തത്, അവർ പോലീസ് സേനയെ താഴെയിറക്കി. ഈ പോലീസ് സേന, അപ്പുറത്തുള്ള തീവ്ര വലതുപക്ഷ സംഘം, ഈ വശത്തുള്ള കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കുന്ന സംഘം, മുസ്ലിങ്ങൾ, ഇവരെല്ലാവരും UK എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് വലിയൊരു ചോദ്യമാണ്. അങ്ങനെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. ഈ പ്രാഥമിക അന്വേഷണത്തിൽ അവർക്ക് അറിയേണ്ടത്, ആരാണ് ഈ കലാപത്തിന് തുടക്കമിട്ടത്, എവിടെ നിന്നാണ്, ഏത് പോയിന്റിൽ നിന്നാണ് ഇതൊരു തെറ്റായ വിവരമായി മാറിയത്, ആരാണ് ഈ തെറ്റായ വാർത്ത പടർത്തിയത് എന്ന് ഇവയെക്കുറിച്ച് കണ്ടെത്താൻ തുടങ്ങി. കാരണം 3 കുട്ടികൾ കൊല്ലപ്പെട്ടു. അതിന് കാരണം ഒരു മുസ്ലിം കുടിയേറ്റക്കാരനാണ് എന്ന വാർത്ത ഇതാരാണ് പ്രചരിപ്പിച്ചത്? ഈ ചോദ്യം പരിഗണിച്ചുകൊണ്ട് അവർ അന്വേഷണം ആരംഭിച്ചു. ആ സമയത്ത് ഒരു പേര് ഉയർന്നു വന്നു, ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ്. ഈ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ഒരു ഇസ്ലാം വിരുദ്ധ സംഘടനയാണ്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് UK ആരംഭിച്ച ഒരു ഇസ്ലാം വിരുദ്ധ സംഘടന. ഈ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിലെ കുറച്ച് ആളുകളാണ് ഈ തെറ്റായ വിവരം പടർത്തിയത്. അവരാണ് ഇതിന്റെ പ്രധാന കാരണം. അങ്ങനെ ഇവരെ ലക്ഷ്യമിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ഇപ്പുറത്തുള്ള തീവ്ര വലതുപക്ഷ പോരാളികൾ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ആളുകളെ മാത്രമല്ലേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന്. അങ്ങനെ ഇതൊരു കലാപമായി വീണ്ടും മാറാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇന്നും UK ഈ കലാപത്തെ മുഴുവനായും തടയാൻ സാധിക്കാത്തത്. ഞങ്ങൾ വർഷങ്ങളായി ഇവിടെയുണ്ട്, ഞങ്ങളെക്കാൾ നിങ്ങൾ കുടിയേറ്റക്കാർക്ക് ആനുകൂല്യം നൽകുന്നു. ഈ കുടിയേറ്റക്കാരിൽ 90% ആളുകളും മുസ്ലിങ്ങളാണ്. ഞങ്ങളുടെ നികുതി പണം മുഴുവനും നിങ്ങൾ അവർക്ക് നൽകുന്നു. അതിനാൽ ഇത് ഞങ്ങൾക്കൊരു ഭാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് തെരുവിലിറങ്ങി പോരാടുകയാണ്. അല്ലെങ്കിൽ അവർ ഒരു വലിയ കലാപത്തിന് കാരണമാവുകയാണ്. ഇതല്ലാതെ മറ്റൊരു ജീവിതം ഞങ്ങൾക്കില്ല. ഈ രാജ്യവും ഞങ്ങളുടേതാണ്, ബ്രിട്ടൻ ഞങ്ങളുടെ രാജ്യവുമാണ്, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും എന്ന് പറയുന്നവർ മറുവശത്ത്. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർ കുടിയേറ്റക്കാർക്കെതിരെ ഒരു വലിയ നിയമം കൊണ്ടുവരാൻ പോകുന്നു. UK സർക്കാരിന് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇന്ത്യ വിടാൻ പോകുന്ന ആളുകൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. UK തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു വലിയ കുഴിബോംബാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. എലോൺ മസ്ക് പറഞ്ഞതുപോലെ നമുക്കൊരു ആഭ്യന്തര യുദ്ധം തടയാനാകില്ല. ഈ ഒരു വീഡിയോയിൽ കഴിയുന്നത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.